കർണാടക മന്ത്രിസഭാ വിപുലീകരണത്തിൽ കടുത്ത അതിർത്തിയുമായി സിദ്ധരാമയ്യ. ബസവരാജ് ശിവണ്ണവരെ മന്ത്രിയാക്കാത്തതിലാണ് സിദ്ധരാമയ്യയുടെ അമർഷം. വനിതാ മന്ത്രി എന്ന നിലയിൽ ഉമാശ്രീക്ക് വേണ്ടിയും വാദിച്ചു. എന്നാൽ രണ്ട് നിർദ്ദേശങ്ങൾ ഹൈക്കമാൻഡ് തള്ളി. കെ ബി ശ്രീധരനാണ് വിവരങ്ങളുമായി ചെന്ന്. ശ്രീധരൻ, വലിയ തർക്കമായിരുന്നു. അതിന്റെ തുടർച്ചയായി നടന്ന മാരത്തൺ ചർച്ചകൾക്കൊടുവിലാണ് മന്ത്രിസഭാ പുനഃസംഘടന. അപ്പോഴും പ്രതിഷേധം തീരുന്നില്ല. സിദ്ധരാമയ്യ ഗൗരവമുള്ള പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ്, അതൃപ്തിയുമായി രംഗത്ത് വരികയാണ്. തീർച്ചയായിട്ടും സിദ്ധരാമയ്യ മുതൽ താഴെത്തട്ടിലുള്ള നേതാക്കൾ വരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഈ മന്ത്രിസഭാ പുനഃസംഘടനയിൽ പ്രകടിപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്ന് സിദ്ധരാമയ്യ വിട്ടുനിന്നിരുന്നു. സിദ്ധരാമയ്യ പക്ഷത്തെ നിരവധി ആളുകൾ മന്ത്രിസഭയിലുണ്ട്. എന്നാൽ പോലും ഈ ബസവരാജ് ശിവണ്ണവരെ, അതുപോലെ തന്നെ ഉമാശ്രീ MLC ആണ് അവർ, ഈ ഇരുവരെയും മന്ത്രിയാക്കണം. തന്നോടൊപ്പം കുറെ കാലമായി നിൽക്കുന്ന, വളരെയധികം സിദ്ധരാമയ്യ പക്ഷത്തോട് കൂറ് പുലർത്തുന്ന ആളുകളാണ്. ഈ രണ്ട് നേതാക്കളെയും മന്ത്രിയാക്കണം, ഉൾപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഈ നിർദ്ദേശം ഹൈക്കമാൻഡ് പരിപൂർണമായി തള്ളുകയാണ് ചെയ്തത്. ഇതിലുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് അദ്ദേഹം ഇന്നലെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തത്. ഇന്നലെ ഏതാണ്ട് 1/2 ഡസൻ MLA-മാർ ഇതിനോടകം തന്നെ രാജ്യഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഒരു MLA ഇന്നലെ രാജിവെക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ KPCC ആസ്ഥാനത്ത് വലിയ പ്രതിഷേധം ഈ MLA-മാരുടെ അനുയായികൾ നടത്തുകയാണ്. അതായത് കഴിഞ്ഞ 10-30 വർഷമായിട്ട് MLA ആയിരിക്കുന്ന പല നേതാക്കൾക്കും മന്ത്രിസഭയിൽ ഇടം നൽകിയിട്ടില്ല, അവരെ ഇതുവരെ പരിഗണിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം ഉയർത്തിക്കൊണ്ട് വലിയ പ്രതിഷേധം ഇന്നിപ്പോൾ PCC ആസ്ഥാനത്ത് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ DK ശിവകുമാറിന്റെ കോലം കത്തിക്കുന്ന രീതിയിലേക്കുള്ള പ്രതിഷേധം, അതായത് പ്രിയാകൃഷ്ണ MLA വിജയനഗർ ഗോവിന്ദപുരം MLA ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിതാവും വിജയനഗര MLA-യുമായിട്ടുള്ള M കൃഷ്ണപ്പ, ഇരുവരും ഇന്ന് രാജിവെക്കും എന്ന വിവരമുണ്ട്. അങ്ങനെ വലിയ പ്രതിഷേധം നടക്കുന്നു. അതിനിടയിൽ DK ശിവകുമാർ ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ആര് രാജി നൽകിയാലും 5 മിനിറ്റിനകം അത് സ്വീകരിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. അതായത് ക്ഷമയോടെ കാത്തിരുന്നാൽ മാത്രമേ നല്ല പദവികൾ തേടിയെത്തുള്ളൂ എന്നുള്ള ഒരു കാര്യം പറയുന്നു. ഇന്നലെ രാജിവെച്ച യശ്വന്തരായ ഗൌഡ് V പാട്ടീലിനോട് ഇന്ന് രൺദീപ് സിംഗ് സുർജേവാല നേരിട്ടെത്തി ചർച്ച നടത്തി. അതുപോലെ തന്നെ M കൃഷ്ണപ്പ MLA-യോട് ഈ മറ്റ് മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ബാലകൃഷ്ണ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ നേരിട്ടെത്തി ചർച്ചകൾ നടത്തുന്നുണ്ട്. പ്രശ്നപരിഹാരത്തിന് ചർച്ചകൾ വ്യാപകമായി നടക്കുന്നു. പക്ഷേ ഈ MLA-മാരുടെ അനുയായികൾ വലിയ പ്രതിഷേധം ഈ കർണാടകയിൽ ഉടനീളം നടത്തുന്നുണ്ട്. ഒരു മന്ത്രിസഭയിൽ ഒരു സീറ്റ് കൂടി ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ആ സീറ്റിലേക്കുള്ള കടുപിടിയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് അതൊരു വനിതകൾക്ക് വേണ്ടി നീക്കിവെച്ച സീറ്റാണ്. കഴിഞ്ഞ സിദ്ധരാമയ്യ സർക്കാരിൽ ലക്ഷ്മി ഹെബാൾക്കർ ആയിരുന്നു വനിതയായിട്ടുള്ള ഏക വനിതാ മുഖം. നിലവിൽ ഈ ഗായത്രി ശാന്തനഗൌഡ എന്ന് പറയുന്ന ഒരു MLC-യെ മന്ത്രിയാക്കാനുള്ള നീക്കം ഉണ്ടായിരുന്നു. പക്ഷേ അത് ചില എതിർപ്പുകളെ തുടർന്ന് അത് വേണ്ടെന്ന് വെക്കുകയും ചെയ്തു. നിലവിൽ ഒരു ബെർത്ത് മാത്രമാണ് ഈ മന്ത്രിസഭയിൽ ഒഴിഞ്ഞു കിടക്കുന്നത്. അതിനുവേണ്ടി പല MLA-മാരും ഇങ്ങനെയുള്ള ലോബിയിങ് കാര്യമായിട്ട് നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഉള്ള വലിയ പ്രതിഷേധങ്ങൾ. ശരി, വലിയ പ്രതിസന്ധിയാണ്. സിദ്ധരാമയ്യ ഉൾപ്പെടെ ഇപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനത്തിനെതിരെ, കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരെ കർണാടകത്തിൽ രംഗത്ത് വരുന്നു. കെ ബി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്.